ഹായ് മക്കളെ. അപ്പോൾ ടീച്ചർ ഇന്ന് വന്നേക്കുന്നത് 9ാം ക്ലാസ് ഹിന്ദിയുടെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ്. നമുക്ക് ഓൺ എക്സാമിനുള്ള ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള 5th ചാപ്റ്റർ ആണ് കേട്ടോ. 5th ചാപ്റ്ററിന്റെ വീഡിയോ ആണ്. ഫൂൾ എന്നുള്ളൊരു ചാപ്റ്ററിന്റെ വീഡിയോ ആയിട്ടാണ് ടീച്ചർ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ സിമ്പിൾ ചാപ്റ്റർ ആണ്, ചെറിയ ചാപ്റ്റർ ആണ്, വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ടീച്ചർ ഇന്ന് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല പോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്കും പോകാം. അതേപോലെ തന്നെ നമുക്ക് ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ കേട്ടോ. ചെറിയൊരു കവിതയല്ലേ, അപ്പൊ അതും കൂടി ടീച്ചർ ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് വായിച്ചു വെക്കുക, അർത്ഥം മനസ്സിലാക്കി വായിച്ചു വെക്കുക. പൂവ് എന്ന് വെച്ചാൽ എന്താണ്? പൂവാണ്. ഇതിൽ 2 തരം പൂവിനെ പറ്റിയാണ് പറയുന്നത്. ഏതൊക്കെ പൂവ്? പ്ലാസ്റ്റിക് പൂൾ. പ്ലാസ്റ്റിക് പൂൾ എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നമ്മളെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പൂക്കളെ പറ്റിയും പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള പൂക്കളെ പറ്റി 2 കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ കവിതയിലോട്ട് പോകാം. അപ്പൊ ഫൂൽ, പൂവ് എന്നുള്ള ഈ ഒരു കവിത എഴുതിയത് ആരാ? രാമദർശ് മിശ്ര. ഡോക്ടർ രാമദർശ് മിശ്ര ആണ് ഈ ഒരു ഫൂൽ എന്നുള്ള ഒരു ചാപ്റ്റർ എഴുതിയത്, ഈ ഒരു കവിത എഴുതിയത്. അപ്പൊ നമുക്ക് നേരെ നോക്കാം എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ള കാര്യം. ബസാർ മേം സജാ. ബസാർ എന്താ? മാർക്കറ്റ് എന്നാണ് അർത്ഥം. ബസാർ മേം സജാ, മാർക്കറ്റിൽ അലങ്കരിച്ച് വെച്ചേക്കുന്ന പ്ലാസ്റ്റിക് കെ ഫൂലോം കാ ഉദ്യാൻ. പ്ലാസ്റ്റിക് പൂക്കളുടെ, പ്ലാസ്റ്റിക് ഫൂലോം കാ, പൂക്കളുടെ ഉദ്യാൻ. ഒരു ഉദ്യാനം തന്നെ എവിടെ ഉണ്ടായിരുന്നു? മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. എന്തിന്റെ ഉദ്യാനാണ്? പ്ലാസ്റ്റിക് പൂക്കളുടെ ഉദ്യാനം, പൂന്തോട്ടം തന്നെയായിരുന്നു എവിടെ ഉണ്ടായിരുന്നേ? മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ക്യാ ഗസബ് കി രംഗത് ഹേ, ക്യാ ഗസബ് കി രംഗത് ഹേ, എന്ത് അതിമനോഹരമായ രംഗ് എന്ന് വെച്ചാൽ എന്താ? മണമാണ്. എന്താ? അതിശയിപ്പിക്കുന്ന മണമാണ്. മണമല്ല, രംഗാണ് കേട്ടോ. രംഗ് എന്ന് വെച്ചാൽ എന്താ? കളർ. കളർ എന്ത് അതിശയിപ്പിക്കുന്ന കളറാണ് ഈ പ്ലാസ്റ്റിക് പൂക്കളുടെ, അല്ലേ? പ്ലാസ്റ്റിക് പൂക്കൾക്ക് നല്ല കളറാണ്. അപ്പൊ എന്ത് അതിശയിപ്പിക്കുന്ന കളറാണ്. ജയ്സേ ബിനാ, അതെങ്ങനെയാണെന്നാണ് അടുത്തത് പറയുന്നത് കേട്ടാ. ജയ്സേ ബിനാ മോസം ബഹാർ ആ ഗയി ഹോ. മോസം എന്ന് വെച്ചാൽ എന്താ? സീസൺ. ജയ്സേ ബിനാ മോസം ബഹാർ ആ ഗയി ഹോ, കാലം തെറ്റി വന്നതുപോലെ. സാധാരണഗതിയിലെ പൂക്കളെല്ലാം വിടരുന്ന ഒരു കാലം ഉണ്ടല്ലേ, അപ്പൊ ആ കാലം തെറ്റി വന്നതുപോലെയാണ് ഇപ്പൊ പ്ലാസ്റ്റിക് പൂക്കളെല്ലാം ഇവിടെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് കാലമുണ്ട് പ്ലാസ്റ്റിക് പൂക്കൾക്ക്? ഇല്ല, ഏത് കാലത്തായാലും അവര് വിരിഞ്ഞു. നാ മിഠി, എന്തിന്റെ ആവശ്യമില്ല? നാ മിഠി, മണ്ണിന്റെ ആവശ്യമുണ്ടാ? ഇല്ല. നാ മിഠി ഗോഡ്നെ, നാ മിഠി ഗോഡ്നെ എന്ന് വെച്ചാല് മണ്ണ് കിളയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഗോഡ്നെ കി സമസ്യ എന്ന് വെച്ചാല് മണ്ണ് കിളയ്ക്കേണ്ട ആവശ്യമില്ല, ആ ഒരു പ്രശ്നമില്ല. നാ ഖാദ്, എന്തിന്റെ ആവശ്യമില്ല? വളം, വളം ആവശ്യമില്ല. നാ പാനി, വെള്ളത്തിന്റെ ആവശ്യമില്ല. നാ ചിടിയോം സേ രഘുവാലി, നമുക്ക് ഈ ചിടിയോം എന്ന് വെച്ചാൽ ആരാ? പക്ഷികള്. പക്ഷികളെ സംരക്ഷിക്കേണ്ട ആവശ്യവും ഇല്ലല്ലോ പ്ലാസ്റ്റിക് പൂക്കൾക്ക്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തിന്റെയൊക്കെ ആവശ്യമില്ല? നാ മിഠി, മണ്ണിന്റെ ആവശ്യമില്ല. നാ മിഠി ഗോഡ്നെ, മണ്ണ് കിളയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താ? നാ ഖാദ്, വളം വേണ്ട. നാ പാനി, വെള്ളം വേണ്ട. പിന്നെ ആരുടെ സംരക്ഷണവും നമുക്ക് വേണ്ട? ഈ പക്ഷികളെല്ലാം സംരക്ഷിക്കേണ്ട ആവശ്യകതയും നമുക്കില്ല, അതിന്റെ ആവശ്യമില്ല. നാ മോസം കാ ഇന്തസാർ, മോസം എന്ന് വെച്ചാൽ എന്താ? സീസൺ. നമ്മളിപ്പോ ഈ പൂക്കൾ വിടരാനായിട്ട് ഓരോ സീസൺസ് ഇങ്ങനെ കാത്തിരിക്കണം. ഇവിടെ അതിന്റെ ആവശ്യം എന്താ? പ്ലാസ്റ്റിക് പൂക്കൾ എപ്പോ പോയി നോക്കിയാലും നമുക്ക് കാണാനായിട്ട് സാധിക്കൂലേ. അപ്പൊ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? നാ മോസം കാ ഇന്തസാർ, സീസൺ വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ട ആവശ്യവുമില്ല. ഇന്തസാർ എന്ന് വെച്ചാൽ കാത്തിരിപ്പ് എന്നാണ് കേട്ടോ. ഒരു സീസൺ വരാനായി കാത്തിരിക്കേണ്ട ആവശ്യവും ഇല്ല. ഏക് ഹി ഭാവ് സേ, ഒരേ ഒരു ഭാവത്താൽ ഹമേഷ ദഹത്തെ രഹത്തെ ഹേ യേ ഫൂൽ, ഹമേഷ എപ്പോഴും, ദഹത്തെ രഹത്തെ ഹേ യേ ഫൂൽ നല്ല വിരിഞ്ഞ് മനോഹരായിട്ട് തിളങ്ങി നിൽക്കാണ് നമ്മളുടെ പ്ലാസ്റ്റിക് പൂവ്. മേം ഇനേം ദേർ തക് ദേഖ്താ രഹാ, അപ്പൊ കവി പറയാണ് മേം ഞാൻ, ഇനേം ഇതിനെ, ദേർ തക് ഒരുപാട് നേരത്തോളം, ദേഖ്താ രഹാ നോക്കിക്കൊണ്ടേയിരുന്നു. ഒരുപാട് നേരത്തോളം ഞാൻ ഈ പ്ലാസ്റ്റിക് പൂക്കളെ നോക്കിക്കൊണ്ടേയിരുന്നു. ഫിർ ആംഖോം സേ, ആംഖോം മേം ഉത്തരാ ഗയേ, അപ്പോ കണ്ണുകളിൽ നിന്ന് എന്തോ ഒരു കുത്തല് നമ്മുടെ കവിക്ക് തോന്നി. ഫിർ എന്നിട്ട് ആംഖോം മേം ഉത്തരാ ഗയേ ചുക്തേ ഹുയേ സേ, എന്തോ ഒരു കാര്യം കവിയുടെ മനസ്സിൽ ഇങ്ങനെ
കുത്താനായിട്ട് തുടങ്ങി കണ്ണിൽ. എന്താണ് നോക്കിയ ആ കാര്യം? അപ്പനെ ആംഗൻ കെ ഗിൽത്തെ മുർജാത്തെ ഫൂൽ. എന്തായിരുന്നു കവിക്ക് തോന്നിയത്? കവിയുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നു അദ്ദേഹത്തിന്. എന്താ ഓർമ്മ വന്നേ നോക്കിയേ. അപ്പനെ ആംഗൻ കെ, തന്റെ വീട്ടിന്റെ മുറ്റത്തുള്ള ഗിൽത്തെ മുർജാത്തെ ഫൂൽ, വിരിയുന്നത് മുർജാത്തെ വാടിപ്പോകുന്നതുമായ ആ ഒരു പൂവിനെയാണ്. നാച്ചുറൽ ആയിട്ട് നമ്മളുടെ എല്ലാവരുടെയും വീടിന്റെ മുന്നിലുള്ള പൂവില്ലേ, ആ പൂവിനെയാണ് നമ്മളുടെ കവിക്ക് ആ ഒരു നിമിഷം ഓർമ്മ വന്നത്. അങ്ങനെ കവി എന്ത് ചെയ്തു? ഗർ പഹൂഞ്ചത്തെ ഹി ഉനേം ഉഖാട് ഫേംഖാ. ഗർ പഹൂഞ്ചത്തെ, വീട്ടിലെത്തി കഴിഞ്ഞിട്ട്, ഉനേം, അദ്ദേഹം എന്ത് ചെയ്തു? ഉഖാട് ഫേംഖാ, അതിനെടുത്ത് പറിച്ച്, ഫേംഖാ, എറിഞ്ഞു കളഞ്ഞു ആ പൂവിനെ. ഏത് പൂവിനെ? അവിടെ വീട്ടിന്റെ ഉമ്മറത്ത് ആ വിരിഞ്ഞു നിൽക്കുന്ന പൂവില്ലേ, അതിനെ എടുത്ത് പറിച്ചു കളഞ്ഞു. और डरते हुए बाजार को सजा दिया. എന്നിട്ട് എന്ത് ചെയ്തു? ബസാർ കെ, എവിടുന്ന് വാങ്ങിയേ? നമ്മളുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ആ ഒരു പൂവിനെ എന്ത് ചെയ്തു? വീട്ടിന്റെ അവിടെ കൊണ്ട് അലങ്കരിച്ചു. घर के पूरे अंतराल में, വീട്ടിന്റെ ഉൾവശയില്ലേ, അന്തർന്നുള്ളിൽ എന്നല്ല അർത്ഥം. അപ്പൊ വീടിന്റെ പൂരെ, മുഴുവൻ ആ ഒരു ഉൾഭാഗങ്ങളിൽ എന്ത് ചെയ്തു? ഫുള്ള് ആ പൂക്കള് അലങ്കരിച്ചു വെച്ചു. എവിടെ നിന്ന് വാങ്ങിയ പൂവ്? പ്ലാസ്റ്റിക് പൂക്കൾ കേട്ടോ. മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ആ പൂ കൊണ്ടുവന്ന് വീടിന്റെ ഉള്ളിൽ മൊത്തം അലങ്കരിച്ചു അദ്ദേഹം. ദിൻ ബീത്തെ, ദിവസങ്ങൾ കടന്നുപോയി. മഹീനെ ബീത്തെ, മാസങ്ങൾ കടന്നുപോയി. മോസം ബീത്തെ, ഒരുപാട് സീസൺസും വന്നു പോവുകയൊക്കെ ചെയ്തു. സാരാ ഘർ ഏക് രസ് ഇൻ രംഗോ മേം ഡൂബാ രഹാ. സാരാ ഘർ, മുഴുവൻ വീടും, ഏക് രസ്, ഒരേ ഒരു രസത്താൽ, ഇൻ രംഗോ മേം ഡൂബാ രഹാ എന്ന് വെച്ചാൽ എന്താ? ഈ ഒരു രംഗ് എന്ന് വെച്ചാൽ ആ ഒരു നിറത്തിൽ തന്നെ ആ പൂവ് അത്രയും നാളും എന്താ നമ്മളുടെ ഇപ്പോ നമ്മൾ വാങ്ങിയ നാച്ചുറൽ, നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന നാച്ചുറൽ പൂവാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? വാടിപ്പോവും അല്ലേ? വാടിപ്പോവും, കുറച്ച് നാളായുമ്പോ വാടിപ്പോവും. പക്ഷെ ഈ പൂവിന്റെ പ്രത്യേകത എന്താ? ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി, സീസൺസ് കടന്നുപോയി, എന്നിട്ടും സാരാഘർ, ഇപ്പോഴും മുഴുവൻ വീടിന്റെ ഉൾവശവും ആ ഒരു നിറത്തിൽ തന്നെ. ഇൻ രംഗോ മേം ഡൂബാ രഹാ എന്ന് വെച്ചാൽ എന്താ? ആ ഒരു നിറത്തിൽ തന്നെ ആയിരുന്നു ഈ പ്ലാസ്റ്റിക് പൂക്കള് അദ്ദേഹത്തിന്റെ വീട്ടില് നിറഞ്ഞു നിന്നിരുന്നത്. ഒരു കുഴപ്പവും പറ്റാണ്ട്. പ്ലാസ്റ്റിക് പൂ വാടിപ്പോവില്ലല്ലോ. ഇനി നെക്സ്റ്റ് എന്താ നോക്കിയേ. ഹവാവും നേ കഹാ. ഹവ എന്താ? കാറ്റല്ലേ? കാറ്റ് പറയാണ്, ഹമേം ഗൻ ചാഹിയേ. ഈ ഇവിടം വരെയുള്ള വരി വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. ഹവാവും നേ കഹാ, കാറ്റ് പറഞ്ഞു. എന്താ കാറ്റ് പറഞ്ഞേ? ഹമേ ഗൻ ചാഹിയേ, ഞങ്ങൾക്ക് എന്ത് വേണം? ഗന്ധം വേണം, മണം വേണം എന്ന് പറഞ്ഞു. മേം ചുപ് രഹാ. അപ്പൊ കവി എന്ത് ചെയ്തു? ചുപ് രഹാ, മിണ്ടാതെ ഇരുന്നു. മധുമഖിയോം നേ കഹാ, തേനീച്ചകൾ പറഞ്ഞു, ഹമേം രസ് ചാഹിയേ, ഞങ്ങൾക്ക് രസം വേണം, തേൻ കുടിക്കാനായിട്ട് രസം വേണം. അത് പ്ലാസ്റ്റിക് പൂവിൽ നിന്ന് കിട്ടുവോ? ഇല്ല. മേം ചുപ് രഹാ, കവി എന്ത് ചെയ്തു? ചുപ് രഹാ, മിണ്ടാതെ ഇരുന്നു. തിതലിയോം നേ കഹാ, ബട്ടർഫ്ലൈസ് പറഞ്ഞു, ചിത്രശലഭങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞേ? ഹമേം കോമൾ സ്പർശ ചാഹിയേ, ഞങ്ങൾക്ക് കോമളമായ സ്പർശം വേണം. അത് പ്ലാസ്റ്റിക് പൂക്കൾക്ക് പറ്റുവോ? ഇല്ല. മേം ചുപ് രഹാ, അപ്പോഴും കവി എന്ത് ചെയ്തു? മിണ്ടാതെ ഇരുന്നു. മാം നേ കഹാ, ഇനി അമ്മ പറയാണ്, കവിയുടെ അമ്മ പറയാണ്, മുझे പൂജാ കേ ലിയേ ഫൂൽ ചാഹിയേ, എനിക്ക് പൂജ ചെയ്യാനായിട്ട് പൂക്കൾ വേണം എന്ന് പറഞ്ഞു. മേം ചുപ് രഹാ, അപ്പോഴും കവി മിണ്ടാതിരുന്നു. എന്താ, പ്ലാസ്റ്റിക് പൂക്കൾ എടുത്തിട്ട് പൂജ ചെയ്യാൻ പറ്റുവോ? ഇല്ല. അപ്പൊ കവി മിണ്ടാതിരുന്നു. പത്നി നേ കഹാ, ഭാര്യ പറഞ്ഞു. എന്താ ഭാര്യ പറഞ്ഞേ? മുझे വേണി കേ ലിയേ ഫൂൽ ചാഹിയേ, എനിക്ക് തലയില് ചൂടാനായിട്ട്, മുടിയിൽ ചൂടാനായിട്ട് പൂവ് വേണം. മേം ചുപ് രഹാ, അപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു. ഈ കാര്യങ്ങളൊന്നും പ്ലാസ്റ്റിക് പൂക്കൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലേ? ഇതിന് എന്ത് പൂ തന്നെ വേണം? നമ്മളുടെ വീട്ടില് നമ്മൾ നട്ടു വളർത്തിയ യാഥാർത്ഥ്യത്തിലുള്ള പൂക്കൾ തന്നെ, ഒറിജിനൽ പൂക്കൾ തന്നെയാ നമുക്ക് വേണ്ടതല്ലേ? അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി എന്താ? ലേക്കിൻ, പക്ഷേ, ജബ് ബച്ചേ നേ കഹാ, എപ്പോഴാണോ കുട്ടികൾ പറഞ്ഞത്? കുട്ടികൾ എന്താ പറഞ്ഞേ? ബാപ്പു മുझे ഫൂൽ ചാഹിയേ, അച്ഛാ എനിക്ക് പൂ വേണം. എന്തിനാ? ഫൂലോം കി പഹ്ചാൻ കേ ലിയേ, പൂക്കളെ കുറിച്ച് പഠിക്കാനായിട്ട് എനിക്ക് പൂ വേണം.
तो मैं चुप ना रह सका. അപ്പൊ എനിക്ക് മിണ്ടാതിരിക്കാൻ സാധിച്ചില്ല. അത്രയും നേരം കവി മിണ്ടാതിരുന്നു. പക്ഷെ കുട്ടികൾ വന്ന് ചോദിച്ചപ്പോ കവിക്ക് മിണ്ടാതിരിക്കാൻ സാധിച്ചില്ല. നമ്മൾ ഇപ്പൊ കുഞ്ഞിലേ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങളെ പ്ലാസ്റ്റിക് പൂക്കളെ വെച്ചിട്ട് പൂവിന്റെ ഇതളുകൾ ഇത് ഇങ്ങനെയാണ്, പൂവിന്റെ മുട്ട് ഇങ്ങനെയാണ്, തണ്ട് ഇങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? നമുക്ക് യഥാർത്ഥത്തിൽ അതെങ്ങനെയാന്ന് നമുക്ക് കണ്ട് തൊട്ടറിഞ്ഞ് തന്നെ പഠിക്കണ്ടേ? അപ്പൊ അതിനു വേണ്ടി കുട്ടികൾക്ക് പഠിക്കാനായിട്ട് പൂവ് വേണമെന്ന് പറഞ്ഞപ്പോ കവിക്ക് മിണ്ടാതിരിക്കാൻ സാധിച്ചില്ല. ഹൃദയ ഹഹാകർ ഘർ ഉധാ. ഹൃദയം എന്താ പറയാ, നിലച്ചുപോയി എന്ന് പറയില്ലേ? അല്ലെങ്കിൽ ഹൃദയം നിലവിളിച്ചുകൊണ്ട്. ഉധാ. ഹായ് മേനെ ക്യാ കർ ദിയാ ഖി. ഞാൻ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് അപ്പോ ഒരു നിസ്സഹായാവസ്ഥ പോലെയായി. ഞാൻ ഇനി എന്ത് ചെയ്യും? കുട്ടികളാ വന്ന് ചോദിച്ചേ. അവർക്ക് തൊട്ട് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും ആണ് അവർ പൂ ചോദിക്കുന്നേ. ബച്ചേ ഫൂലോം കി പഹചാൻ സേ വഞ്ചിത് ഹോ ഗയേ. കുട്ടികള് ഫൂലോം കി പഹചാൻ സേ, പൂക്കളെ കുറിച്ച് പഠിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നതിൽ നിന്ന് വഞ്ചിത് ഹോ ഗയേ, വഞ്ചിതരായിക്കാണ് എൻ്റെ കുട്ടികള്. അങ്ങനെയാണ് കവിക്ക് തോന്നിയത്. അവർക്ക് നേരനുഭവമാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ? ഇങ്ങനെ പ്ലാസ്റ്റിക് പൂക്കളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ആ ഒരു കാര്യമാണ്. അങ്ങനെ കുട്ടികൾ വഞ്ചിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോ നമ്മുടെ കവി എന്താ ചെയ്തേ? മേനെ പ്ലാസ്റ്റിക് കെ സാരേ ഫൂൽ തോട്ടാലേ. ഞാൻ പ്ലാസ്റ്റിക്കിന്റെ എല്ലാ പൂക്കളും തോട്ടാലേ, പൊട്ടിച്ചു കളഞ്ഞു. ഓർ ഫൗഡാലേക്കർ, എന്നിട്ട് കൈക്കോട്ട് എടുത്തിട്ട്, ഫൗഡ എന്താ? കൈക്കോട്ടാണ് കേട്ടാ. കൈക്കോട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു? അപ്പനെ ആംഗൻ കി മിട്ടി സേ ജൂജ്നെ ലഗാ. തന്റെ വീടിന്റെ മുറ്റത്തെ മിട്ടി സേ, മിട്ടി എന്താ? മണ്ണ് ട്ടാ. മണ്ണില് കിളച്ചു. കൈക്കോട്ട് എടുത്തോണ്ട് പോയിട്ട് വീടിന്റെ മുറ്റത്ത് എന്ത് ചെയ്തു? ആ മണലില് കിളച്ചു കവി. മിട്ടി മുസ്കുരായി. അപ്പോ നമ്മളുടെ മണ്ണിന് സന്തോഷായില്ലേ? മിട്ടി മുസ്കുരായി, ആ മണ്ണ് ചിരിച്ചു. ഹവ ഗിൽഗിലായി, കാറ്റ് നല്ല രസത്തിൽ ഗിൽഗിലായി വീശി. ജൽ കൽ 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 ഗാനേ ലഗാ. ജലം എങ്ങനെയാണ്? കളകളഗീതം പാടി കളകളഗീതം ആലപിച്ചു. സന്തോഷം കൊണ്ട് കളകളഗീതം ആലപിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു കവിത ട്ടാ. അപ്പോൾ മലയാളം മീനിങ് ആണ് ടീച്ചർ ഇപ്പൊ പറഞ്ഞു തന്നത്. ഇതേപോലെ ഒന്ന് അർത്ഥം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അർത്ഥം മനസ്സിലാക്കി എല്ലാവരും നല്ലപോലെ വായിക്കണം. അപ്പൊ പ്രകൃതിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. പിന്നെ പ്ലാസ്റ്റിക് പൂക്കളും പിന്നെ നമ്മളുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന അസലി പൂൾ, നമ്മൾ യഥാർത്ഥത്തിലുള്ള പൂക്കളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അതിന്റെ സംരക്ഷണം, പ്രകൃതി സംരക്ഷണ അതിനെ കുറിച്ചിട്ടാണ് ഇതിൽ മെയിൻ ആയിട്ടും വരുന്നത് കേട്ടോ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. നമുക്ക് 1 മാർക്കിന്റെ ചെറിയ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫൂൽ കവിത കിസ്നെ ലിഖാ. ഫൂൽ കവിത ആരാ എഴുതിയത്? രാമദർശ് മിശ്ര ആണ് ഫൂൽ എന്നുള്ള ഈ ഒരു കവിത എഴുതിയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബസാർ മേ ക്യാ സജാ രഹാ താ. മാർക്കറ്റിലെ എന്താണ് അലങ്കരിച്ച് വെച്ചേക്കുന്നേ? പ്ലാസ്റ്റിക് ഫൂലോം കാ ഉദ്യാൻ. പ്ലാസ്റ്റിക് പൂക്കളുടെ ഒരു ഉദ്യാനായിരുന്നു, ഒരു പൂന്തോട്ടായിരുന്നു ബസാർ മേം, മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഘർ മേം സജേ പ്ലാസ്റ്റിക് ഫൂൽ കോ. വീട്ടില് അലങ്കരിച്ചു വെച്ചേക്കുന്ന പ്ലാസ്റ്റിക് പൂവിന് ക്യാ ക്യാ നഹി ചാഹിയേ, എന്തെല്ലാമാണ് ഇല്ലാതിരുന്നത്? പ്ലാസ്റ്റിക് പൂക്കളുടെ ഒരു ഡീമെറിറ്റ് എന്താ? അതിന് എന്തില്ല എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നേ. മിഠി, മണ്ണിന്റെ ആവശ്യമില്ല. മിഠി ഗോഡ്ന എന്ന് വെച്ചാല് മണ്ണ് കിളക്കേണ്ട ആവശ്യമില്ല. ഘാദ്, വളം വേണ്ട. പാനി ചിടിയോം സേ രക്ഷ, പിന്നെ വെള്ളം വേണ്ട. പാനി വേണ്ട, വെള്ളം വേണ്ട. പിന്നെന്താ? ചിടിയോം സേ രക്ഷ, നമ്മൾ ഈ പക്ഷികളെ സംരക്ഷിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. പിന്നെ മോസം കാ ഇന്തസാർ. മോസം എന്ന് വെച്ചാൽ എന്താ? ഒരു സീസണെ കാത്തിരിക്കേണ്ട ആവശ്യവും നമുക്കില്ല. ഒരു സീസൺ വരാൻ വേണ്ടി, വസന്തകാലമാണെന്നുണ്ടെങ്കിൽ ആ വസന്തകാലം വരാനായിട്ട് നമുക്ക് കാത്തിരിക്കേണ്ട ആവശ്യവും ഇല്ല പ്ലാസ്റ്റിക് പൂവാണെന്നുണ്ടെങ്കിൽ. ഇനി മാം നെ കവി സെ ക്യാ കഹാ. അമ്മ കവിയോട് എന്താണ് പറഞ്ഞത്? ഉനേ പൂജ കേ ലിയേ ഫൂൽ ചാഹിയേ. അവർക്ക് പൂജ ചെയ്യാനായിട്ട് എന്ത് വേണം? ഫൂൽ ചാഹിയേ, പൂക്കള് വേണം എന്നാണ് ആര് പറഞ്ഞേ? കവിയുടെ അമ്മ കവിയോട് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പത്നി നെ കവി സെ ക്യാ കഹാ. ഭാര്യ കവിയോട് എന്താ പറഞ്ഞത്? ഉൻകോ ബോൽ സജാനെ കേ ലിയേ. ബാൽ എന്നാണ് കേട്ടാ, അല്ലെങ്കിൽ വേണി കേലിയെ. വേണി അറിയാലോ, തലയിൽ ചൂടാനായിട്ട് എന്നാണ് കേട്ടാ. ഉസ്കോ, അവർക്ക് ബാൽ സജാനെ കേലിയെ, മുടി അലങ്കരിക്കാനായിട്ട് ഫൂൽ ചാഹിയേ, എന്ത് വേണം?
ഫൂൽ, പൂ വേണം എന്നാണ് ആര് പറഞ്ഞേ? പത്നി, കവിയുടെ ഭാര്യ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബച്ചേ ने कवि से क्या कहा? കുട്ടികള് കവിയോട് എന്താ പറഞ്ഞത്? ഫൂലോं की पहचान के लिए उसको फूल चाहिए. പൂവിനെ കുറിച്ച് പഠിക്കാനായിട്ട് അവർക്ക് എന്ത് വേണം? ഫൂൽ ചാഹിയേ, പൂവ് വേണം എന്നാണ് ആര് പറഞ്ഞേ? ബച്ചേ, കുട്ടികള് കവിയോട് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കിസ്കാ ഹൃദയ ഹാഹാകർ ഘർ ഉഠാ? ആരുടെ ഹൃദയാണ് പൊട്ടിപ്പോയത്? പെട്ടെന്ന് ഒരു വിഷമം വന്നു അല്ലേ? ആരുടെ ഹൃദയാണ് ആ നിലച്ചു പോയത്? ആരുടെ ഹൃദയാണ്? കവി എന്നുള്ള കവിയുടെ ഹൃദയാണ്. എന്ത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം വളരെ നോവ് വന്നത് അല്ലേ? വളരെ വിഷമം വന്നത് എന്ത് പറഞ്ഞപ്പോഴാ? ഈ കുട്ടികൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ, ഞങ്ങൾക്ക് പഠിക്കാനായിട്ടാണ് പൂ വേണ്ടത് അച്ഛാ എന്ന് പറഞ്ഞപ്പോഴാണ് കവിക്ക് വളരെ സങ്കടമായി പോയത്. അപ്പൊ ഇത്രയും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നന്നായി നോക്കി വെക്കുക. ഇനി ഈ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യനും കൂടി നോക്കിയേ. ഇത് 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ലഘുലേഖ ഈ ചാപ്റ്ററിൽ നിന്നും നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു, ഗർ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതും കൂടി നമുക്ക് നോക്കാം. മനുഷ്യ അപ്പനെ സുവിധാ കേ ലിയേ, മനുഷ്യര് അവരുടെ സുവിധാ കേ ലിയേ, സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതി സേ അലഗ് രഹത്തെ ഹേ, പ്രകൃതിയിൽ നിന്ന് വേറിട്ട് ജീവിക്കുകയാണ്, പ്രകൃതിയിൽ നിന്ന് മാറി ജീവിക്കുകയാണ്. കവിത കെ ആധാർ പർ, കവിതയെ അടിസ്ഥാനമാക്കി ഇസ് പർ വിചാർ കരേ ഓർ ടിപ്പണി ലിഖേ. അപ്പൊ കവിതയെ അടിസ്ഥാനമാക്കിയിട്ട് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നേരെ എന്താണ് കുറിപ്പിൽ നോക്കാം. പുരാനേ ജമാനേ മേം, എന്താണ്? പുരാനേ പഴയ, ജമാനേ മേം കാലഘട്ടത്തില് മാനവ് പ്രകൃതി സേ മിൽ ജുൽക്കർ രഹത്തെ ഹേ, മാനവ് മനുഷ്യര് പ്രകൃതി സേ പ്രകൃതിയില് മിൽ ജുൽക്കർ രഹത്തെ ഹേ, ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നേ. ഹമാരേ ലിയേ ജറൂരി ചീസേ ഹമേ പ്രകൃതി സേ മിൽത്തേ ഹേ, ഹമാരേ ലിയേ നമുക്ക്, ജറൂരി ചീസേ ആവശ്യമുള്ള വസ്തുക്കള്, ഹമേ പ്രകൃതി സേ നമുക്ക് പ്രകൃതിയിൽ നിന്നാണ്, മിൽത്തേ ഹേ ലഭിക്കാറുള്ളത്. മാനവ് മിഠി മേം കാം കർത്തേ ഹേ, പണ്ട് എങ്ങനെയായിരുന്നു? മാനവ് മനുഷ്യര് മിഠി മേ മണ്ണിലായിരുന്നു, കാം കർത്തേ ഹേ ജോലി ചെയ്തിരുന്നത്. ലേക്കിൻ പക്ഷേ ആജ് മാനവ് ഇപ്പോ മനുഷ്യര് പ്രകൃതി സേ അലഗ് രഹത്തെ ഹേ, പ്രകൃതിയിൽ നിന്ന് വേറൊരു ജീവിതമാണ്, വേറിട്ടാണ് അവർ ജീവിക്കുന്നത്, പ്രകൃതിയിൽ നിന്ന് മാറിയാണ് ഇപ്പൊ മനുഷ്യര് ജീവിക്കുന്നത്. സുഖ് സുവിധാസേ, ഒരു അവരുടേതായ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി ജീനെ കേളിയെ ജീവിക്കാനായിട്ട് എന്ത് ചെയ്യാണ്? കാം കെ ബിനാ ജീനെ കേളിയെ ജോലി ചെയ്യാതെ, കാം കെ ബിനാ ജോലി ചെയ്യാതെ, ജീനെ കേളിയെ ജീവിക്കാനായിട്ട് ആധുനിക് മാനവ് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിലെ മാനവ് മനുഷ്യര് നഖലി ചീസോം കാ എന്താ ഫേക്ക് ആയിട്ടുള്ള വസ്തുക്കളെ ചീസോം കാ ഉപയോഗ കർത്തേ ഹേ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള വസ്തുക്കളെയാണ് ഇപ്പോൾ നമ്മളുടെ ഈ പ്രകൃതിയിൽ നിന്നുള്ള വസ്തുക്കളെയൊന്നല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉപയോഗ കർത്തേ ഹേ. इस कविता में ഈ കവിതയില് മിഠി ഗോഡ്ഖർ പൗധ ലഗാക്കർ, മിഠി ഗോഡ്ഖർ എന്ന് വെച്ചാൽ എന്താ? മണ്ണ് കിളക്കിയാട്ടാ. പൗധ ലഗാക്കർ എന്ന് വെച്ചാല് ചെടികള് വെച്ച് പിടിപ്പിക്കാം. ഫൂൽ ഗിൽനെ മേം മിലി ഖുഷി കെ ബദലെ ബസാർ മേം പ്ലാസ്റ്റിക് ഫൂൽ, അത് ഒരുമിച്ചൊരു ലൈനാണ്, നമുക്ക് ഓരോന്നോരോന്നായി പറയാട്ടാ. പിന്നെന്താ? ഫൂൽ ഗിൽനെ മേം മിലി ഖുഷി കെ, നമ്മളൊരു പൂവ് വെച്ച് പിടിപ്പിക്കുമ്പോൾ ഉള്ള നമ്മൾക്കുള്ളൊരു സന്തോഷമില്ലേ? ഖുഷിക്ക് ബദലേ അതിനൊക്കെ പകരം ബസാർ മേ മാർക്കറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് ഫൂൽ ലാക്കർ ഘർ കോ സജാത്തെ ഹേ, എന്ത് ചെയ്യാണ്? ബസാർ മേ നമ്മള് മാർക്കറ്റിൽ നിന്ന് കടയിൽ നിന്ന് പ്ലാസ്റ്റിക് ഫൂൽ ലാക്കർ പ്ലാസ്റ്റിക് പൂക്കൾ വാങ്ങിയിട്ട് ഘർ കോ സജാത്താ ഹേ വീട് അലങ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് മണ്ണിൽ കിളയ്ക്കുന്നതിനും അതേപോലെ തന്നെ ചെടികൾ വെച്ച് പിടിപ്പിക്കുക ഒന്നല്ല ഇപ്പൊ ചെയ്യണേ. ഇതിന് പകരം എന്താ ചെയ്യണേ? പ്ലാസ്റ്റിക് പൂക്കളെല്ലാം വാങ്ങി വീട് അലങ്കരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രകൃതി ഹമാരി മാം ഹേ, പ്രകൃതി നമ്മളുടെ അമ്മയാണ്.
ഹമാരേ ലിയേ നമ്മളെ സംബന്ധിച്ച് ജറൂരി ചീസേ എന്ന് വെച്ചാൽ എന്താ? ജറൂരി ആവശ്യമുള്ള ചീസേ വസ്തുക്കള് ഹമേ പ്രകൃതി സേ മിലേങ്കി നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുക? പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കള് ലഭിക്കുന്നത്. ഇസ്ലിയേ അതുകൊണ്ട് തന്നെ ഹം പ്രകൃതി കി സുരക്ഷ പർ ധ്യാൻ ദേ നമ്മള് പ്രകൃതിയുടെ ആ ഒരു സുരക്ഷിതത്വം അവരെ സംരക്ഷിക്കേണ്ടതില് ധ്യാൻ ദേ നമ്മൾ എന്ത് ചെയ്യണം? ധ്യാൻ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? പ്രകൃതിയിൽ നിന്നാണ്. പക്ഷെ ഇപ്പൊ മനുഷ്യർ എന്ത് ചെയ്യാ? പ്രകൃതിയിൽ നിന്ന് മാറിയാണ് ജീവിക്കുന്നത്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള എല്ലാതും നമുക്ക് പ്രകൃതിയിൽ നിന്നാണ് ജീവിക്കുക. അപ്പൊ അതിനെ നമ്മൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വലുതാണ്. അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ടിപ്പണി. ഇതും കൂടി മക്കൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്ക് കിട്ടും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് 1 മാർക്കിന്റെ ചോദ്യമായിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്നുമില്ല, സിമ്പിൾ ആണ്. പ്ലാസ്റ്റിക് കാ ഉദ്യാനും അസലി ഉദ്യാനും. പ്ലാസ്റ്റിക് കാ ഉദ്യാനം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് പൂക്കളുടെ പൂന്തോട്ടത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൂക്കളുടെ പ്രത്യേകത എന്തായിരിക്കും? ഗന്ധ് നഹി അതിന് എന്തുണ്ടാവില്ല? മണം ഉണ്ടാവില്ല. പിന്നെ എന്തെഴുതാം നമുക്ക്? നമുക്ക് എന്തെഴുതാം? ഗന്ധ് ഉണ്ടാവില്ല, മണം ഉണ്ടാവില്ല, പിന്നെ എന്തുണ്ടാവില്ല? കോമൾ സ്പർശ് നഹി എന്തുണ്ടാവില്ല? കോമളമായ സ്പർശം ഉണ്ടാവില്ല. ഇനി എന്തുണ്ടാവില്ല? രസ് നഹി എഴുതി കൊടുത്തേ. ഇനി ഇതേപോലെ അസ്ലി ഉദ്യാന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇതിന് എന്തുണ്ടാവും? ഗന്ധ് ഉണ്ടാവും അല്ലേ? ഗന്ധ് ഉണ്ടാവും, മണം ഉണ്ടാവും, പിന്നെ കോമൾ സ്പർശ് ഉണ്ടാവും. കോമളമായ സ്പർശം ഉണ്ടാവും, പിന്നെ രസ് ഉണ്ടാവും അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഇതേപോലെ മക്കള് ഇങ്ങനെ ഒരു ഡിഫറൻസും കൂടി ഏതെങ്കിലും ഒരു 2 ഡിഫറൻസ് പഠിച്ചു വെക്കാം കേട്ടാ. ഇഷ്ടമുള്ള 2 ഡിഫറൻസ് പഠിച്ചു വെക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള 5th ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മളുടെ ഓൺ എക്സാമിനുള്ള ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഫൂൾ എന്നുള്ള ചാപ്റ്റർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിതയാണ്. അപ്പൊ ടീച്ചർ ഇന്ന് പറഞ്ഞ് ഇത്രയും ക്വസ്റ്റ്യൻസ് മക്കൾ നല്ല പോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കുക. അടുത്ത ചാപ്റ്ററിന്റെ വീഡിയോ ആയിട്ട് ടീച്ചർ തരാം കേട്ടോ. അപ്പൊ ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.